ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിശാചുക്കളുടെ അധിവാസ സ്ഥലമായ മരുഭൂമി യാത്രയിൽ വിവേകബുദ്ധിയുള്ള മനുഷ്യന് എത്രമാത്രം വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് എന്ന വിശകലനത്തിന് വിധേയമാക്കേണ്ട സമയമാണ് പരിശുദ്ധ നോമ്പ് എന്ന് പറയുന്നത്. ഈ നോമ്പ് ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും പെരുന്നാളാണ്. അത് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു നോമ്പായി പെരുന്നാളായി തീരുവാനും നമുക്ക് സാധിക്കണം. അഹങ്കാരത്തെ ദൂരീകരിക്കുന്നതും ജഡീക സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തെ വിശുദ്ധ ആലയമാക്കുന്നതുമായിരിക്കണം ഈ പരിശുദ്ധ നോമ്പ് എന്ന് പറയപ്പെടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: അന്യായത്തിന്റെ ബന്ധനങ്ങൾ ഹൃദയത്തിൽ നിന്നും അഴിച്ചു കളയുക, വഞ്ചനയുടെ കെട്ടുകളെ ഉള്ളിൽ നിന്നും ഛേദിക്കുക, ദരിദ്രർക്ക് നിന്റെ അപ്പത്തെ ഭാഗിച്ചു കൊടുക്കുക, പരദേശികളെ ചേർത്തു കൊടുക്കുക. ഇതായിരിക്കണം നമ്മുടെ പരിശുദ്ധ നോമ്പ് എന്ന് പറയപ്പെടുന്നത്. ഈ നോമ്പിൽ നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുകയും നമ്മുടെ വഞ്ചനകളുടെ കെട്ടുകളെ ഇല്ലാതാക്കുകയും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതായി തീരണം ഈ പരിശുദ്ധ നോമ്പ് എന്ന് പറയപ്പെടുന്നത്. നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കൂടി നടക്കുമ്പോൾ വലിയൊരു പോരാട്ടം കൊണ്ട കാലമാണ്. ഈ പോരാട്ടം കൊണ്ട കാലങ്ങളിൽ വിശുദ്ധിയിലേക്ക് വളരുവാൻ പ്രേരിപ്പിക്കുന്ന ചില ചിന്തകൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസത്തിലുള്ള പോരാട്ടത്തെയാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അവിടെ ഇപ്രകാരം പറയപ്പെടുന്നത്: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. ദൈവത്തോട് അടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് ദൈവത്തെ മുറുകി പിടിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ പോരാട്ടത്തിൽ വിജയിച്ചിട്ടുള്ള ചില വ്യക്തികളെ ഈ വേദഭാഗത്തിനെ നമ്മളെ കാണിക്കുകയും ചെയ്യും. വിശ്വാസത്താൽ ഹാബേൽ തൻ്റെ ദൈവത്തിന് പ്രീതികരമായി യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തിന് നീതിമാൻ എന്ന സാക്ഷ്യം അവിടെ ഹാബേലിന് ലഭിക്കുകയാണ്. വിശ്വാസത്തോടുകൂടി ദൈവദർശനിൽ അവിടുന്ന് പ്രവർത്തിച്ച് 300 വർഷക്കാലം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നടന്ന ഹാനോക്കിൻ്റെ ജീവിതത്തിൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവൻ കാണാതെ ദൈവദർശനിലേക്ക് അടുത്തു പോകുന്നു എന്നുള്ളതായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്താൽ നോഹ ദൈവത്തോട് ചേർന്ന് നടന്നപ്പോൾ യഹോവയാം ദൈവം തൻ്റെ കുടുംബത്തെ അവിടുന്ന് രക്ഷിക്കുന്നതായിട്ടുള്ളതായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നീതിയുടെ കിരീടം ലഭിക്കുന്നതായിട്ട് പറയപ്പെടുന്നു. വിശ്വാസത്താൽ യഹോവയാം ദൈവത്തിന്റെ ദുരുസന്നിധിയിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ സാറയുടെ ജീവിതത്തിൽ പുത്രോത്പാദനത്തിന്റെ ശക്തിയെ പ്രാപിക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പരിശുദ്ധ നോമ്പ് കഴിയുമ്പോഴേക്കും നീതിമാൻ എന്ന സാക്ഷ്യം, രണ്ടാമത് ദൈവദുരുസന്നിധിയിൽ ശക്തി പ്രാപിക്കുന്നതിനും, മൂന്നാമത് അവിടെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ള മക്കളായി തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത് കഷ്ടതയിലുള്ള പോരാട്ടമാണ്. കഷ്ടതകൾ എന്ന് പറയുന്നത് തന്നെ അത് നമ്മിൽ തരുന്ന ഒരു വരങ്ങളായി കാണപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാനാണ്. ചില ചട്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ കാണിച്ചുകയാണ്. 119-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിലും ചില ചട്ടങ്ങളെപ്പറ്റി അവിടെ പറയപ്പെടുന്നുണ്ട്. ചില നേർവഴികളെ നമ്മെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ചിലപ്പോഴൊക്കെ നിഗളിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് ചിന്താ മനോഭാവമാണ്. എന്നാൽ നാം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അനുഭവത്തിൽ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് ചേർന്ന് നടക്കുവാനുള്ളതാണ് കഷ്ടതയുടെ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ കഷ്ടതയുടെ പോരാട്ടത്തിൽ ദൈവതിരുസന്നിധിയിലേക്ക് നമ്മെ നേർവഴി നടത്തുന്നതിനും നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന അശുദ്ധിയെ മാറ്റി വിശുദ്ധിയോടുകൂടി യാത്ര ചെയ്യുന്നതിനും ചില ചട്ടങ്ങളെയും കൽപ്പനകളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി തീരുന്നു എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് ചിന്തകൾ ദൈവതിരുസന്നിധിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തി. വിശ്വാസത്തിലുള്ള പോരാട്ടവും കഷ്ടതയുള്ള പോരാട്ടമാണ് ഈ പരിശുദ്ധ നോമ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും,
സിദ്ധത പ്രത്യാശയും വരുത്തുന്നു. ആ പ്രത്യാശ വളർത്തിയെടുക്കുവാൻ നമ്മുടെ ഈ പരിശുദ്ധ നോമ്പ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.